ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ നോമ്പാണ്. നോമ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയത്താഴവും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതും എന്തൊക്കെ വിഭവങ്ങളാണ് നോമ്പിനുള്ളതെന്നും എല്ലാം നമുക്ക് കണ്ടാലോ. നമുക്ക് ഇടയത്താഴം മുതലുള്ളത് കണ്ടാലോ. ഞാൻ രാവിലെ റൂം തുറന്നു വന്നപ്പോൾ രണ്ടുപേരും എന്നെ കാത്തു നിൽപ്പുണ്ട് വാതൊക്കെ. അങ്ങനെ നേരെ ഞാൻ കിച്ചണിലോട്ട് പോയി. ഇന്നലത്തെ രാത്രി ഉണ്ടാക്കിയ ബിരിയാണി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. മക്കൾക്ക് അത് മതി എന്ന് പറഞ്ഞാൽ ബിരിയാണി ചൂടാക്കാൻ വെച്ചു, പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ പോവുകയാണ്. അന്നേരം ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാൻ എല്ലാവർക്കും മടിയാണ് രാവിലെ തന്നെ കേട്ടോ. അങ്ങനെ ഒരുവിധം അമ്മുവിനെ പൊക്കി എഴുന്നേറ്റ് അമ്മു അവിടെ നിന്ന് പിന്നെ ഉറക്കം തൂങ്ങുവാണ്. അങ്ങനെ ഒരുവിധം 3 പേരെയും കൊണ്ടുവന്ന് ഇരുത്തി കഴിപ്പിക്കാൻ. കഴിച്ചതിന് ശേഷം സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി അമ്മു വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിച്ചിട്ട് കിടക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഈവനിങ്ങിലാണ് കാണിക്കുന്നത്. ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് മക്കൾക്ക് രണ്ടർക്ക് ഒരു സർപ്രൈസ് ഉണ്ടാകുന്ന വെച്ചത് വാങ്ങിച്ചതാണ്. കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുവാണ് മക്കൾ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ. തസ്ബി എണ്ണുന്ന സാധനം ഞാൻ എപ്പോഴും തസ്ബി എണ്ണുന്നത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് കാരണം മക്കളുടെ കേടായി പോയത് കാരണം മേടിച്ചു കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ അതൊക്കെ എന്നെ നോക്കി ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്നുവടയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഉഴുന്നുവട ഹോളൊന്നും ഉണ്ടാക്കിയല്ല ഇടുന്നത്, ചുമ്മാ നമ്മൾ സ്പൂണിനകത്ത് ഇങ്ങനെ കോരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം പാല് തിളക്കട്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ബാലൻസ് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾ വരാൻ ടൈമായൊന്ന് വെളിയിൽ പോയി നോക്കാൻ പോയപ്പോഴത്തേന് 2 പേരുടെ സ്കൂൾ വിട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബാഗ് മേടിച്ചിട്ട് കഞ്ഞിയും വള്ളിയും മേടിക്കാൻ വേണ്ടി പാത്രം കൊടുത്തു വിട്ടു. അങ്ങനെ 2 പേരുടെ കഞ്ഞിയും മേടിച്ചിട്ട് വരുവാണ്. വീട്ടിലോട്ട് കയറിയില്ല കേട്ടോ മുമ്പ്. അപ്പോൾ ഞാൻ അവർക്ക് ഈ സർപ്രൈസ് കൊടുത്താലോ, അവർ കുറേ ദിവസം എന്നോട് പറയില്ല. അപ്പോൾ ഞാൻ പമ്മി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. 2 പേരും സ്കൂൾ വിട്ട് കുളിക്കാതെ അവിടെ വന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്കൂളിലെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന് സമൂസയാണ് മേടിച്ചത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ തയ്ക്കാവാണ് കേട്ടോ, വലിയ പള്ളിയൊന്നുമല്ല, തയ്ക്കാവാണ്. അപ്പോൾ അങ്ങനെ അമ്മ ആക്കും അവിടോട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവർ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം ഓരോ പാത്രങ്ങളിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ വാട്ടർമെലണും പൈനാപ്പിളും ആപ്പിളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ആയാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ആകാം അല്ലേ. അപ്പോൾ ആരോ ബെല്ലടിക്കുന്നു. അപ്പോൾ ഞാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ചിട്ട് നോക്കാൻ വെളിയിലോട്ട് പോയപ്പോഴത്തേന് കിച്ചു ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. 5:45 കിച്ചു സ്കൂളിൽ വിട്ട് വന്നത്. കാരണം കിച്ചന് ഇന്ന് ഈവനിങ് ട്യൂഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ തന്നെ. അതിനുശേഷം ഞാൻ പോയി ബാലൻസ് ആപ്പിളെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ജ്യൂസൊക്കെ അടിക്കണം. അപ്പോൾ നോമ്പ് കഞ്ഞി പിള്ളേർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കാമെങ്കിൽ ചൂടൊക്കെ ഒന്ന് തണുത്തിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അതിനുശേഷം മക്കൾക്ക് ജ്യൂസ് ഓറഞ്ച് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. കുരു എടുത്ത് കളയാമെങ്കിൽ കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഐസ് കട്ടയും കൂടി ഇടാമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മ ഇരുന്ന് ഭയങ്കര ദുആ ചെയ്യുവാണ്. അക്കൂട്ടൻ ആമയും പിടിക്കുവാണ്. അപ്പോൾ ഞാനോർത്തൊരു തിരിയും കൂടെ കത്തിച്ച് വെച്ചാൽ നല്ല പൊളി വൈബല്ലേ, തിരിയൊക്കെ കത്തിച്ച് നല്ല സ്മെല്ലാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചിട്ട് ശേഷം ഞാനും വന്ന് ഇവരോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചിട്ട് ദുആ ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ആപ്പിള്, സ്ട്രോബെറി, പൈനാപ്പിള്, ഉന്നക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സമൂസ, എന്തൊക്കെയോ കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാം മഗ്‌രിബ് പോയി നിസ്കരിച്ചു. അക്കുട്ടനാണ് നമസ്കരിച്ചിട്ടിരുന്ന് തസ്ബി എണ്ണുവാണ്, പുതിയ തസ്ബി ഉള്ളതാണ്. പിന്നെ എന്നിട്ട് അക്കുട്ടൻ എനിക്ക് 3 ചോക്ലേറ്റ് കൊണ്ട് തന്നെ സ്കൂളിൽ ആരാണ്ട കൊടുത്തതാണ്. ഇത് മക്കൾ 2 പേരുടെ അതിനുശേഷം പഠിക്കും, എക്സാമാണ്, മിഡ് ടേം ടെസ്റ്റ് കേട്ടോ. കിച്ചുവിനെ ഞാൻ വീഡിയോ എടുക്കുന്ന കിച്ചു കണ്ടത് കാരണം കിച്ചുവിന് നാണമായതുകൊണ്ട് കിച്ചു ബുക്ക് പൊത്തി വെച്ചേക്കുവാണ് മുഖം. അതിനുശേഷം അക്കു അമ്മും കൂടെ ത്രാവ്യ നിസ്കരിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചു ത്രാവ്യ നിസ്കരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾ പോയതിനു ശേഷം ഞാൻ വീട്ടിൽ തന്നെ നമസ്കരിച്ചു. അപ്പോൾ എനിക്ക് കൂട്ടിന് ജൂലിയും പിങ്കിയും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ആരോ ബെല്ലടിക്കുന്ന കേട്ട് പോയി നോക്കിയപ്പോൾ അക്കു പള്ളിയിൽ നിന്ന് എനിക്ക് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോന്നാണ്. അപ്പോൾ ഞങ്ങളോർത്ത് ഏറ്റവും മോളിൽ പോയി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നോക്കുകയാണ്. 1 മിനിറ്റിൻ്റെ ഇടവിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് വന്നുകൊണ്ടേയിരിക്കും. മിന്നാമിനിങ് പോലെ കാണുന്ന കണ്ടില്ല, അത് ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എന്താണെന്ന് കാണിച്ചു തരട്ടെ. പൊറോട്ടയും ചിക്കൻ 65യും ചിക്കൻ കറിയുമാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം തസ്ബിയൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ. താങ്ക് യു.